ശ്ലോകം 5. നിർവ്യാപാരോപി നിഷ്കാരണം അജഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാവികൽപ്പാദികാലേ തസ്യാസം ശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. നിർവ്യാപാരോപി നിർവ്യാപാരഃ അപി നിഷ്കാരണം അജഭജസേ യത് ക്രിയാം ഈക്ഷണാഖ്യാം തേനൈവോദേതി ലീന തേന ഏവ ഉദേതി ലീന പ്രകൃതി രസതി പ്രകൃതി അസതി കൽപ്പാദി കാലേ തസ്യാ സംശുദ്ധം അംശം കം അപി തമ തിരോധായകം തം അതിരോധായകം സത്വരൂപം സഹ ത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠ രൂപം. ഹേ അജ, അല്ലയോ അജനായിട്ടുള്ള ഭഗവാനെ, അതായത് ജനിമൃതികളിൽ നിന്നും മുക്തനായ ഭഗവാനെ, നിർവ്യാപാരഃ അപി നിർവ്യാപാരം, അതായത് ഒരു വ്യാപാരവും ചെയ്യുന്നില്ല എങ്കിലും, അതായത് നിഷ്ക്രിയ സ്വഭാവിയായിരുന്നിട്ടും നിഷ്കാരണം ഒരു കാരണവുമില്ലാതെ ഈക്ഷണാഖ്യാം ക്രിയാം ഭജസേ. അപ്പൊ ഈക്ഷണാഖ്യ എന്ന ഒരു ക്രിയയെ അങ്ങ് സ്വീകരിക്കുന്നു. അതുകൊണ്ട് ഈക്ഷണാഖ്യാം എന്ന, അതായത് മായാപ്രേരണം എന്ന ആ ഒരു പ്രവൃത്തി, ആ ക്രിയയെ സ്വീകരിക്കുന്നത് കൊണ്ട് തേന ഏവ അസതി കൽപ്പ അഭി തേനയേവ അങ്ങ് അതുകൊണ്ട് തന്നെ ആ മായ അസതി കൽപ്പ അഭി ലീനാ പ്രകൃതി, ഭഗവാനിൽ അങ്ങനെ അങ്ങ് ലയിച്ചു കിടക്കുന്ന ആ ലീന, ആ മായയ്ക്ക് ഒരു അസ്തിത്വം ഇല്ല എന്ന് പറയുന്നത്. ഒരു അസ്തിത്വമില്ലാതായിട്ടുള്ള ആ മായാശക്തി കൽപ്പാഭികാലേ, കൽപ്പത്തിന്റെ ആദികാലെ, അതായത് ആ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഉണർന്ന് അങ്ങനെ വിഹരിക്കുവാൻ തുടങ്ങുന്നു എന്ന് പറയുകയാണ്. അപ്പൊ ഭഗവാന് ആ ഒരു ഉറക്കം നമുക്ക് അടുത്ത പോകെയുള്ള ശ്ലോകങ്ങളിലൂടെ അത് വിശദമായിട്ട് മനസ്സിലാകും. അപ്പൊ ആ പ്രളയം കഴിഞ്ഞിട്ട് ആ കൽപ്പത്തിന്റെ ആരംഭത്തിൽ ഉണരുന്ന ആ ഒരു സമയം ഭഗവാൻ പറഞ്ഞേൽപ്പിക്കാറുണ്ട് മായയോടെ എന്നാണ് പറയുക. കാരണം ആ സമയമാവുമ്പോൾ എന്നെ വിളിച്ചുണർത്തു എന്ന് പറയാറുണ്ട് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് വരുമ്പോഴത്തേക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പൊ അങ്ങനെ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഈ മായ ഉണർന്ന് സ്വമഹിമ വിഭവാകുണ്ട, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ മഹിമ കൊണ്ട്, ആ മഹിമയാൽ, അങ്ങയുടെ പ്രഭാവശക്തിയാൽ ആ പ്രവർത്തിക്കുന്ന തസ്യാഹ ആ മായ അധിരോധായകം, അങ്ങനെ ഉണർന്ന് അങ്ങനെ ആ ഈ കർമ്മങ്ങളെ ഒന്നും പ്രതിരോധിക്കാൻ കഴിവില്ലാത്തതും ആ സംശുദ്ധമായിട്ടുള്ള സത്വരൂപം കം അഭി, ആ സത്വരൂപത്തെ, അതായത് യോഗൈശ്വര്യ ശക്തിയോടുകൂടിയ ആ പരിശുദ്ധമായിട്ടുള്ള ആ സത്വഗുണത്തിന്റെ അംശത്തെ സ്വീകരിച്ചിട്ട് സഹത്വം, അല്ലയോ ഭഗവാനെ, അത് അങ്ങയുടെ രൂപം ദദാസി, അത് സ്വന്തം രൂപമാക്കി അങ്ങ് ഭഗവാൻ അതിനെ സ്വന്തം രൂപമാക്കി മാറ്റുന്നു എന്നാണ് പറയുന്നത്. അപ്പം നിർവ്യാപാരോപി നിഷ്കാരണം അജഭജസേ യത്ക്രിയാം ഈക്ഷണാഖ്യാം തേനൈവോദേതി ലീന പ്രകൃതി രസതി കൽപ്പാദി കാലേ തസ്യാ സംശുദ്ധം അംശം കം അപി തം അതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. ശ്ലോകം 6.
തത്തേ പ്രത്യഗ്രധാരാധരലളിതകളായാവലി കേളികാരം ലാവണ്യസൈകസാരം സുകൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാ നിലയനം അമൃതസ്യന്തസന്തോഹമന്ത സിഞ്ചത് സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ മാരുതാകാരനാഥ. തത്തേ തത് തേ തത്തേ പ്രത്യഗ്ര ധാരാധര ലളിത കളായാവലി കേളികാരം ലാവണ്യ സൈകസാരം ലാവണ്യസ്യ ഏകസാരം സുകൃതി ജനദൃശാം പൂർണ്ണ പുണ്യ അവതാരം പൂർണ്ണ പുണ്യാവതാരം ലക്ഷ്മി നിശങ്കലീലാ നിലയനം അമൃത സ്യന്ത സന്തോഹ മന്ദഃ സിഞ്ചത് സഞ്ചിന്തകാനാം വപുരനുകലയെ മാരുതാകാരനാഥ. പ്രത്യഗ്രധാരാധര ലളിതകളായാവലി കേളികാരം. പ്രത്യഗ്രധാര പുതിയ ആ മേഘം, ആ കാർമേഘത്തിന്റെ അത്രയും ചന്തമാർന്നിട്ടുള്ള, അതുപോലെ തന്നെ ആ കായാമ്പൂ കൂട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിട്ട് പ്രകാശിക്കുന്നതായിട്ടുള്ള ആ നീല നിറത്തോടും കൂടി ഉള്ള എന്നാൽ അതിൻ്റെ ആ ലാവണ്യസ്യ ഏകതാരം, ആ ലാവണ്യത്തിന് ഒരു ഒറ്റ വാക്ക് പറയാനുണ്ടെങ്കിൽ അതാണ് ഭഗവാന്റെ കളറിനെ വിശേഷിപ്പിക്കുകയാണ് ഇവിടെ. അപ്പൊ പുതിയ കാർമേഘത്തിന്റെയും കായാമ്പൂ കൂട്ടത്തിന്റെ നിന്ന് ഉത്ഭവിക്കുന്നതായിട്ടുള്ള ആ നീലമയും കലർന്ന കളറാണ് ഭഗവാന് ഉള്ളത് എന്ന് പറയുന്നു. ആ ലാവണ്യത്തിന് ഒരു ഒറ്റപ്പദം പറയുവാനുണ്ടെങ്കിൽ അതാണ് ഭഗവാനെ വിശേഷിപ്പിക്കുകയാണ്. ലാവണ്യ സൈകസാരം, ലാവണ്യസ്യ ഏകസാരം, അതിന് ആ സാരമായിട്ടുള്ളത്. അങ്ങനെയുള്ള ആ ഭഗവാൻ സുഹൃതി ജനദൃശാം, സുഹൃതം ചെയ്ത ജനങ്ങളുടെ കണ്ണുകൾക്ക് അവരുടെ കാഴ്ചയിൽ പൂർണ്ണ പുണ്യാവതാരം. അപ്പൊ ഒരു പുണ്യ അവതാരമാണ്. അപ്പൊ പുണ്യാത്മാക്കൾക്ക് നിറഞ്ഞ പുണ്യമായിട്ടുള്ള അങ്ങയുടെ ആ അവതാരം ലക്ഷ്മി നിശങ്കലീലാ നിലയനം. മാത്രമല്ല ലക്ഷ്മി ദേവിക്ക് ഒരു ശങ്കയും കൂടാതെ വസിക്കുവാനുള്ള ഇടം ആണ് ഇടവും കൂടിയായിട്ടുള്ള സംചിന്തകാനാം അന്തഃ, സംചിന്തകാനാം അങ്ങനെ നല്ല ഇതായിട്ടുള്ള സംചിന്തകാനാം അന്തഃ അമൃതസ്യന്ത സന്തോഷം സിഞ്ചത്. ധ്യാനനിരതന്മാരായിട്ടുള്ള ഭക്തന്മാരുടെ ഉള്ളിൽ, ആ ജനങ്ങൾ അങ്ങനെയുള്ളവരുടെ ഉള്ളില് അമൃതധാര വർഷിക്കുന്നതായിട്ടുള്ള, അല്ലയോ ഭഗവാനെ അവിടുത്തെ ശരീരം, തേ വപുഹു അങ്ങയുടെ ആ ശരീരത്തെ, ഹേ മാരുതാകാരനാഥ അല്ലയോ ഗുരുവായൂരപ്പ അനുകലയെ ഞാൻ ഇതാ നിരന്തരം ധ്യാനിക്കുന്നു എന്ന് പറയണം. ആറാമത്തെ ശ്ലോകത്തിൽ തത്തേ പ്രത്യഗ്രധാരാധരലളിതകളായാവലി കേളികാരം ലാവണ്യസൈകസാരം സുകൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാ നിലയനമൃതസ്യന്ത സന്തോഹമന്ത സിഞ്ചത് സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. ശ്ലോകം 7. കഷ്ടാദേ സൃഷ്ടിചേഷ്ടാ ബഹുധര ഭവഖേദാവഹാ ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതമജിതമയാ നൈവമദ്യാഭിജാനേ നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വഭുജിദ്രസാർദ്രം നേത്രൈ ശ്രോത്രൈ ച പീത്വാ പരമരസസുധാംഭോധി പൂരേ രമേരൻ. കഷ്ടാ തേ സൃഷ്ടിചേഷ്ട, കഷ്ടാഃ തേ സൃഷ്ടിചേഷ്ടാഃ ബഹുധര ഭവ ഖേദാവഹ ജീവഭാജാം ഇതി ഏവം പൂർവം ആലോചിതം അജിതമയാ
നൈവം അദ്യാഭിജാനേ നൈവമാദ്യാഭിജാനേ ന ഏവം ആദ്യ അഭിജാനേ നോ ചേത് ജീവാഃ കഥം വാ മധുരതരം ഇദം ത്വദ്വപു ചിദ്രസാർദ്രം നേത്രൈഹി ശ്രോത്രൈഹി ച നേത്രൈ ശ്രോത്രൈ ച അതാണ് നേത്രൈഹി ശ്രോത്രൈഹി ച പീത്വാ പരമരസസുധാംഭോധി പൂരേ രമേരൻ. കഷ്ടാദേ സൃഷ്ടിചേഷ്ട. അയ്യോ ഭഗവാനെ, അങ്ങയുടെ ഈ സൃഷ്ടി ചേഷ്ടകൾ കൊണ്ട്, ഈ സൃഷ്ടി വൈഭവം കൊണ്ട് എന്തോരു കഷ്ടപ്പാടാണ് ഈ ജനങ്ങൾ അനുഭവിക്കുന്നത് എന്ന് പറയുകയാണ് മേൽപ്പത്തൂർ. ഞാൻ ഇങ്ങനെയായിരുന്നു മുന്നേ ആലോചിച്ചിരുന്നത്, ഇപ്പോൾ ഞാൻ അത് ചെയ്യുന്നില്ല. അത് പറഞ്ഞു വരികയാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ മേൽപ്പത്തൂര്. കാരണം പലതരത്തിലുള്ള സൃഷ്ടികളാണ് ഭഗവാൻ ചെയ്യുന്നത്. കാലില്ലാത്തവരുണ്ട്, കണ്ണില്ലാത്തവരുണ്ട്, അതിൻ്റെ ഓരോരോ അംഗവൈകല്യങ്ങള്, അതുപോലെ തന്നെ പല പല ബുദ്ധിമുട്ടുകള്, അങ്ങനെയൊക്കെയുള്ള ഈ സൃഷ്ടികൾ കൊണ്ട് അങ്ങേക്ക് എന്താണ് പ്രയോജനം? എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് അതാണ് പറയുന്നത്. അങ്ങനെയുള്ള സൃഷ്ടികൾ കൊണ്ട് ബഹുതര ഭവഖേദാവഹ, വളരെയധികം കഷ്ടപ്പാടുകൾ ഈ അനുഭവിക്കുന്നു ജീവജാലങ്ങൾ. ഇതി ഏവം, ഇങ്ങനെയായിരുന്നു ഞാൻ പൂർവം ആലോചിതം, മുമ്പ് ആലോചിച്ചത്. ഞാൻ ഇങ്ങനെയായിരുന്നു മുമ്പെയൊക്കെ ആലോചിച്ചിരുന്നത്. എന്നാൽ അജിതമയ, അല്ലയോ അജിതനായ, ആരാലും ജയിക്കപ്പെടാത്തതായിട്ടുള്ള ഭഗവാനെ, ന ഏവം ആദ്യ അഭിജാനേ, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നുവല്ലോ നീ മുന്നേ ചിന്തിച്ചിരുന്നത്. നോ ചേത് ജീവാഹ കഥം വാ മധുരതരം ഇതം. നോ, എന്നാൽ ഇപ്പൊ ഞാൻ അങ്ങനെ ഇതും ചിന്തിക്കുന്നില്ല. കാരണം എന്തെന്നാൽ ഇത്രയും മധുരതരമായിട്ടുള്ള ത്വത് വപുഹു, അങ്ങയുടെ ആ ശരീരം, അത് ചിദ്രസാർദ്രം, അത് മനസ്സിൽ തരുന്ന ആ രസം, ആ സന്തോഷത്തെ, ആ ആനന്ദത്തെ, ആ മധുരമേ നേത്രേഹി ശ്രോത്രേഹി ച പീത്വ, എൻ്റെ കണ്ണുകളാലും ആ കാതുകളാലും എനിക്ക് പാനം ചെയ്യുവാൻ കഴിയുമായിരുന്നു. അതായത് എനിക്ക് അത്രമാത്രം അധികരിച്ച ആ സന്തോഷത്തെ എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണുവാനും അനുഭവിക്കുവാനും കേൾക്കുവാനും ഒക്കെ കഴിയുമായിരുന്നുവോ. പരമരസ സുധാംബോധിപുരേ രമേരൻ, അത്രയും പരമരസമായിട്ടുള്ള ആ ഭഗവാന്റെ ആ മഹാത്മ്യങ്ങളെ കാണാനും കേൾക്കുവാനും അനുഭവിക്കുവാനും ആരാണ് ഉണ്ടായിരിക്കുക എന്ന് ചോദിക്കുകയാണ് മേൽപ്പത്തൂർ. കാരണം ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ, സുഖമുണ്ടായിരുന്നില്ലെങ്കിൽ, ദുഃഖമുണ്ടായിരുന്നില്ലെങ്കിൽ ആ സുഖത്തിന്റെ ആ ഒരു രസം അനുഭവിച്ചറിയുവാൻ സാധിക്കുകയില്ലായിരുന്നല്ലോ. അപ്പൊ എന്തൊരു സംഗതിയുടെയും ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ആ രണ്ട് ഭാവങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ആ ഓരോന്നിൻ്റെയും ആ ഗുണദോഷങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഇറക്കം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ദുഃഖമുണ്ടെങ്കിലേ സുഖം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അങ്ങയുടെ ആ രചനാവൈഭവം ചിത്രം വളരെയധികം വിശേഷപ്പെട്ടത് തന്നെയാണ് ഭഗവാനെ. പക്ഷെ ഇതൊന്നും അറിയാതിരുന്ന ഞാൻ മുന്നേ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെയായിരുന്നു ചിന്തിക്കുന്നത്, ഈ ഭഗവാൻ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്തോ ഒരു കഷ്ടമാണ് എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു എന്ന് പറയുകയാണ് 7-ാമത്തെ ശ്ലോകത്തിൽ. കഷ്ടാദേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹ ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതമജിതമയാം നൈവമദ്യാഭിജാനേ നോച്ചേ ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുഛിദ്രസാർദ്രം നേത്രൈ ശ്രോത്രൈ ച പീത്വാ പരമരസസുധാംഭോധി പൂരേ രമേരൻ. ശ്ലോകം 8. നമ്രാണാം സന്നിധത്സേ സതതമപി പുരസ്ഥൈര്യനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരതി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫലപാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീ ദ്രുമം അഭിലഷതി വ്യർത്ഥമധിവ്രജോയം.
നമ്രാണാം സന്നിധത്സേ സതതം അഭി പുരസ്തൈര്യൻ അഭ്യർത്ഥിതാൻ അഭ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരതി പരമാനന്ദ സാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരേത്വം ക്ഷുദ്രം തം ശക്രവാടീ ദ്രുമം അഭിലഷതി വ്യർത്ഥം ആർത്തി വ്രജോയം. നമ്രാണാം സന്നിധത്സേ, ലിയോ ഭഗവാനെ അങ്ങയുടെ മുന്നിൽ നമസ്കരിക്കുന്ന സതതം അഭിപുരസ്ഥൈര്യൻ, അവരുടെ മുന്നിൽ പോലും, അങ്ങയുടെ മുന്നിൽ നമസ്കരിക്കുന്നവരുടെ മുന്നിൽ പോലും അങ്ങ് പ്രത്യക്ഷനാവുകയും അനഭ്യർത്ഥിതാനഭി, അവർ അഭ്യർത്ഥിക്കുന്നില്ല എങ്കിൽ പോലും അർത്ഥാൻ കാമാൻ അജസ്രം വിതരസി, അർത്ഥത്തെയും കാമനകളെയും വളരെയധികം അവർക്ക് വാരിക്കോരി അങ്ങ് നൽകുന്നുവല്ലോ. മാത്രമല്ല പരമാനന്ദ സാന്ദ്രാം ഗതിം ച, ആ പരമാനന്ദമാകുന്ന ആ ഗതിയെ, ആ മോക്ഷത്തെയും അങ്ങ് കൊടുക്കുന്നു. ഇത്തം, ഇപ്രകാരം നിശേഷലഭ്യോ, വളരെയധികം, എന്താണ് ലഭിക്കാത്തത് അങ്ങിൽ നിന്ന്, അങ്ങനെ കിട്ടുന്ന നിരവധിക ഫല, വളരെയധികം ഫലങ്ങളെ തരുന്ന പാരിജാതമായിട്ടുള്ള ഹരേത്വം, അല്ലയോ ഭഗവാനെ അവിടുന്ന് ഉള്ളപ്പോൾ ഈ ക്ഷുദ്രം തം ശക്രവാടി ദ്രുമം, ക്ഷുദ്രം, എന്തൊരു ക്ഷുദ്ര മനോഭാവമാണ് ആളുകൾക്ക്. അങ്ങനെയുള്ള പാരിജാതം എന്ന് പറഞ്ഞ കൽപ്പക വൃക്ഷത്തിനെ കുറിച്ച് നമുക്കറിയാം. അതിനോട് എന്ത് ചോദിച്ചാലും കിട്ടും എന്നാണ് സങ്കല്പം, അത് തരും എന്നാണ് സങ്കല്പം. ആ സങ്കല്പത്തെ കണ്ടുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഭഗവാൻ ഇങ്ങനെ എല്ലാം വാരിക്കോരി ചൊരിയുന്ന ആ ഭഗവാൻ ഇങ്ങനെ ഉള്ളപ്പോൾ അതിനെ മനസ്സിലാക്കാതെ, അതിന്റെ പൊരുൾ അറിയാതെ, വെറും ഒരു വൃക്ഷമായിട്ട് വേറും എവിടെയോ ഉണ്ടേ എന്ന് കേട്ടറിഞ്ഞിട്ട് നമ്മളെല്ലാം അങ്ങോട്ട് ഓടുകയാണല്ലോ ഭഗവാനെ ചെയ്യുന്നത്. ഭഗവാന്റെ മഹിമ മനസ്സിലാക്കാതെ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. എന്തോ ഒരു വൃത്തികെട്ട മനസ്സാണ് മനുഷ്യർക്കുള്ളത്. അങ്ങനെയാണ് ആ ചക്രവാടി, ചക്രൻ ഇന്ദ്രൻ, ശക്രന്റെ വാടിക എന്ന് പറഞ്ഞ ഉദ്യാനം അല്ലെ. അപ്പൊ ശക്രന്റെ വാടികയിലെ ആ ഇന്ദ്രന്റെ ഉദ്യാനത്തിലെ വെറും വൃക്ഷം, ദ്രുമം എന്ന് പറഞ്ഞ വൃക്ഷമായിട്ട് ആ വൃക്ഷത്തെ അഭിലഷതി, ആഗ്രഹിക്കുന്നു. വ്യർത്ഥം അർത്ഥിവ്രജോയം, വ്യർത്ഥമായിട്ട് അർത്ഥത്തെ ആഗ്രഹിക്കുന്നവർ, അത്യാഗ്രഹികൾ എന്ന് പറയുകയാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിലൂടെ. നമ്രാണാം സന്നിധത്സേ സതതമഭി പുരസ്തൈര്യനഭ്യർത്ഥിതാൻ കാമാനജസ്രം വിതരതി പരമാനന്ദ സാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരേത്വം ക്ഷുദ്രം തം ശക്രവാടീ ദ്രുമം അഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം.